യേശുവെ പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ് വീക്ക്ലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം. അടഞ്ഞു കിടക്കുന്ന വാതിൽ തുറക്കാൻ നമുക്കൊരു താക്കോൽ വേണം. ആ താക്കോൽ എപ്പോഴെങ്കിലും നഷ്ടപ്പെട്ടു പോയാലോ? ഒന്നുകിൽ അകത്തുള്ള ആൾ വാതിൽ തുറന്നു തരണം, അതല്ലെങ്കിൽ പൂട്ട് കുത്തി തുറക്കണം. അങ്ങനെ ഒരു പ്രതിസന്ധി ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അഭിമുഖീകരിച്ചിട്ടുള്ളവർ ആണല്ലോ നാം എല്ലാവരും. ആ സമയത്തെ നമ്മുടെ മാനസിക സംഘർഷം വളരെ വലുതാണ്. ആ പ്രതിസന്ധി ഘട്ടത്തിൽ സഹായത്തിനെത്തുന്ന വ്യക്തികളെ നാം ഒരിക്കലും മറക്കാറുമില്ല. യേശുവിൻ്റെ ക്രൂശീകരണം, അടക്കം ഇവയെപ്പറ്റി കഴിഞ്ഞ ആഴ്ചകളിൽ ഞാൻ ധ്യാനിച്ചല്ലോ. യേശുവിൻ്റെ ശരീരം സുഗന്ധദ്രവ്യങ്ങൾ പൊതിഞ്ഞ് ശീലകളിൽ ചുറ്റി അടക്കം ചെയ്തു. പാറയിൽ വെട്ടിയുണ്ടാക്കിയ ഒരു കല്ലറ, അതിൻ്റെ പ്രവേശന കവാടത്തിൽ ഒരു വലിയ കല്ല് ഉരുട്ടിവെച്ചു. റോമൻ ഗവൺമെൻറ് മുദ്രയിടുകയും ചെയ്തു. പടയാളികളെ കാവലാക്കി വെച്ചു. ഇതൊക്കെ കണ്ട് ചില സ്ത്രീകൾ അവിടെ നിന്നിരുന്നു. വെച്ച സ്ഥലം കൃത്യമായി അവർ കണ്ടു. കല്ലറ വാതിക്കലെ വലിയ കല്ല് കണ്ടു. കാവൽ നിൽക്കുന്ന പടയാളികളെ കണ്ടു. എന്നിട്ടും ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ ഇരുട്ടുള്ളപ്പോൾ തന്നെ ഈ സ്ത്രീകൾ കല്ലറയുടെ സമീപം എത്തി. മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ എത്തിയെന്ന് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ പറയുന്നു. മർക്കോസ് കുറെ കൂടി പറയുന്നു, മഗ്ദല മറിയ, യാക്കോബിൻ്റെ അമ്മ മറിയ, ശലോമ എന്നീ സ്ത്രീകളാണ് അവിടെ എത്തിയത്. എന്തിനായിരുന്നു ഈ സ്ത്രീകൾ വന്നത്? അവർ ഒരുക്കി വെച്ച സുഗന്ധവർഗം യേശുവിൻ്റെ ശരീരത്തിൽ പുരട്ടാൻ വേണ്ടിയാണ് വന്നത്. അവർ അതിനായി തന്നെ അതിരാവിലെ തന്നെ കല്ലറവാതിക്കൽ എത്തി. ഇരുട്ടുള്ളപ്പോൾ തന്നെ. അവർ വീട്ടിൽ നിന്നിറങ്ങിയതായിരിക്കണം. തലേ ദിവസം രാത്രി അവർ ഉറങ്ങിയിരുന്നില്ല. കാരണം അവർ സുഗന്ധദ്രവ്യങ്ങൾ ഒരുക്കുന്ന തിരക്കിലായിരുന്നു. നിക്കോദിമോസ് ഇട്ട 100 റാത്തൽ സുഗന്ധദ്രവ്യം മതി, ഇനിയൊന്നും വേണ്ട എന്നവർ ഒരിക്കലും ചിന്തിച്ചില്ല. തങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാൻ ഈ സ്ത്രീകൾ സന്നദ്ധരായി. സമൂഹത്തിൽ സ്ഥാനമാനങ്ങളൊന്നുമില്ലാത്ത സാധാരണക്കാരികളായ ഈ സ്ത്രീകൾ വെളുപ്പിനെ കല്ലറവാതിക്കലെത്തിയത് യേശുവിനോടുള്ള സ്നേഹനിമിത്തമായിരുന്നു. അവരുടെ ഉള്ളിലെ ഭാരം ഒന്ന് മാത്രമായിരുന്നു. മർക്കോസ് സുവിശേഷം 16-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നു, കല്ലറയുടെ വാതിക്കൽ നിന്ന് ആർ നമുക്ക് വേണ്ടി കല്ല് ഉരുട്ടി മാറ്റും. സ്ത്രീജനം ബലഹീന പാത്രമാണല്ലോ. അവർ 4 പേരുണ്ടെങ്കിലും 5 പേരുണ്ടെങ്കിലും ആ കല്ല് ഉരുട്ടി മാറ്റുക വളരെ പ്രയാസമായിരുന്നു എന്ന് അവർക്കറിയാം. കല്ലറവാതിക്കലെ മുദ്രയോ കാവൽക്കാരെയോ ഇരുട്ടിനെയോ ഒന്നും തന്നെ അവർക്ക് പ്രശ്നമല്ലായിരുന്നു. സ്ത്രീകളായ തങ്ങൾക്ക് ആ കല്ല് ഉരുട്ടി മാറ്റാൻ കഴിയില്ല. പിന്നെ എന്ത് ചെയ്യും? നെഗറ്റീവ് പറഞ്ഞ് അവർ വീട്ടിലിരുന്നതേയില്ല. ഇന്ന് ചില സാഹചര്യങ്ങളൊക്കെ കാണുമ്പോൾ വിശ്വാസം പോലും ഉപേക്ഷിച്ച് തിരിഞ്ഞോടുന്നവർക്ക് ഈ സ്ത്രീകൾ എന്നും മാതൃകയാണ്. മർക്കോസ് സുവിശേഷം 16-ാം അധ്യായത്തിൽ പറയുന്നു, അവരവിടെ എത്തിയപ്പോൾ കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു എന്ന്. അവരുടെ ഭാരം അങ്ങ് മാറി, ആശങ്കയൊക്കെ തീർന്നു. അവർ അകത്തേക്ക് കയറി. യേശുവിൻ്റെ ശരീരം അവിടെ അവർ കണ്ടില്ല. പ്രതീക്ഷിച്ചു വന്ന ശരീരം കാണാഞ്ഞിട്ട് അവർ ഭയപ്പെട്ടു. ആരാണ് കല്ലുരുട്ടി മാറ്റിയത്? മത്തായി സുവിശേഷം 28-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നു, കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ആ കല്ല് നീക്കി അതിന്മേൽ ഇരുന്നിരുന്നുവെന്ന്. പ്രിയ ദൈവപൈതലേ, ഭാരമേറിയ കല്ല്, റോമൻ മുദ്ര, പടയാളികൾ, ഇതൊക്കെ ലോകം യേശുവിനെ പുറത്തു വരാതിരിക്കാൻ ചെയ്തു വെച്ച പോംവഴികളായിരുന്നു. എന്നാൽ ഈ ലോകത്തിലുള്ള സകലതും മാറ്റാൻ കഴിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഒരു ദൂതനെ അയച്ച് കല്ല് ഉരുട്ടി മാറ്റിയപ്പോൾ റോമ ഗവൺമെൻറ്റിൻ്റെ മുദ്രയും ഒപ്പം അഴിഞ്ഞു മാറി. ചില വാതിലുകൾ നമ്മുടെ മുമ്പിൽ അടഞ്ഞു കിടക്കുമ്പോൾ പ്രാർത്ഥനയാൽ ദൈവം ചില അത്ഭുതങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യും. കാരണം നമ്മുടെ ദൈവമാണ് സകലത്തെയും നിയന്ത്രിക്കുന്നത്. ദൂതനെ കണ്ട കാവൽക്കാർ ഭയന്ന് വിറച്ച് മരിച്ചവരെ പോലെയായി. മരിച്ച ശരീരത്തിന് കാവലിരുന്ന ജീവനുള്ള പടയാളികൾ ഇപ്പോൾ മരിച്ചവരെ പോലെ ആയപ്പോൾ യേശുവിൻ്റെ മരിച്ച ശരീരം ജീവനുള്ളതായി മാറി. യേശുവിൻ്റെ ഉയർപ്പിന് ഈ കല്ല് ഒരു തടസ്സമായിരുന്നോ? തീർച്ചയായുമല്ല. സ്ത്രീകൾക്കും ശിഷ്യന്മാർക്കും കല്ലറയ്ക്കുള്ളിൽ പ്രവേശിക്കാനാണ് വാസ്തവത്തിൽ കല്ല് ഉരുട്ടി മാറ്റിയത്. ദൂതൻ ആ സ്ത്രീകളോട് പറഞ്ഞു, ഭയപ്പെടേണ്ട. ദൈവത്തിൻ്റെ സന്ദേശവാഹകരായ ദൂതന്മാർ എല്ലായ്പ്പോഴും ആദ്യം ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് നമ്മെ ബലപ്പെടുത്തും. ശൂന്യമായ കല്ലറ കണ്ട് സ്ത്രീകൾ ഭയപ്പെട്ടിരുന്നു. യേശുവിൻ്റെ ശരീരത്തിന് എന്ത് സംഭവിച്ചുവെന്ന് അവർക്കറിയില്ലായിരുന്നു. ശരീരം വെച്ച സ്ഥലം അവർ കണ്ടു. ഒന്നും മനസ്സിലാകാതെ അന്താളിച്ചു നിന്ന ആ സ്ത്രീകളോട് ദൂതൻ ഒരു സദ്വർത്തമാനം പങ്കുവച്ചു. അവനിവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ ജനനം ഘോഷിച്ച് ദൂതൻ ഇപ്പോൾ ഇതാ മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ യേശുവിനെ പറ്റി മാനവജനതയോട് പറയുന്നു.
ഒരു ഉയർപ്പ് മരിച്ച എല്ലാ മനുഷ്യർക്കുമുണ്ട് എന്ന് യഹൂദന്മാർ വിശ്വസിച്ചിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൻ്റെ ആദ്യ ഫലമായി നമ്മുടെ കർത്താവ് അന്ന് ഉയർത്തെഴുന്നേറ്റു, മരണത്തെ ജയിച്ചു, പാതാളത്തെ ജയിച്ചു. ഇതൊക്കെയും ആദ്യം കേട്ടതും കണ്ടതും ഈ പാവപ്പെട്ട സ്ത്രീകളായിരുന്നു. കാരണം എന്തെന്നോ, പ്രതിസന്ധികളെ തളരാതെ, സാഹചര്യങ്ങളെ ഓർത്ത് വ്യാകുലപ്പെടാതെ, മനസ്സ് ക്ഷീണിക്കാതെ വിശ്വാസത്തിൽ കാൽ വെച്ചപ്പോൾ ലോകം കണ്ട ഏറ്റവും വലിയ സംഭവത്തിന് അവർ ആദ്യം സാക്ഷിയായി. അവർ ഇന്ന് വരെ കണ്ടതുപോലെയുള്ള അത്ഭുതമല്ല, ഏറ്റവും വലിയ അത്ഭുതത്തിന് അവർ സാക്ഷികളായി മാറുകയായിരുന്നു ചെയ്തത്. യേശു ജനിച്ചത് മഹാസന്തോഷമെങ്കിൽ അവൻ്റെ ഉയർപ്പ് അതിമഹത്തായ സന്തോഷവും പ്രതീക്ഷയും നമുക്ക് നൽകുന്നു. യഹൂദ കോടതി സ്ത്രീകളെ സാക്ഷിയായി പോലും അംഗീകരിക്കാത്ത സമയത്ത് ദൈവരാജ്യത്തിൻ്റെ സാക്ഷികളാകാൻ നിയോഗിക്കപ്പെട്ടത് ഈ സ്ത്രീകളായിരുന്നു. ഇവരെ പോലെ ജീവിതത്തിന് നേരെ, ജോലിയിൽ, സമ്പത്തിൽ, ആരോഗ്യത്തിൽ, ശുശ്രൂഷയിൽ, കുഞ്ഞുങ്ങളുടെ വിഷയത്തിലൊക്കെ കല്ലുരുട്ടി വെച്ചത് കണ്ട് അതൊരു തടസ്സമായി, ഭാരമായി തോന്നുന്നെങ്കിൽ നമുക്കുള്ള ഉത്തരവാദിത്വമാണ് പ്രതീക്ഷയോടെ, വിശ്വാസത്തോടെ കാലെടുത്ത് വയ്ക്കുക, പ്രാർത്ഥിക്കുക. രാത്രി മുഴുവൻ അധ്വാനിച്ച ശേഷം ഈ സ്ത്രീകളെപ്പോലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറവാതിക്കൽ എത്തുക. ദൈവം നമുക്ക് വേണ്ടി കല്ല് ഉരുട്ടി മാറ്റിത്തരും. ഈ പ്രത്യാശയോടെ ഈ ധ്യാനചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.